بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم احفظ المسلمين في كل مكان واحفظهم من كيد أعدائهم. اللهم مزق أعداء الإسلام والمسلمين ودمرهم تدميرا. اللهم لك أسلمنا وبك آمنا وعليك توكلنا. نعوذ بعزتك لا إله إلا أنت أن تضلنا. أنت الحي الذي لا يموت والجن والإنس يموتون. أما بعد. الحاقة എന്ന് തുടങ്ങുന്ന സൂറത്തിലെ 32 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ തഫ്സീർ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുകയും നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മഹാദൗർഭാഗ്യവാന്മാരായ ആളുകളെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. അവർ നരകത്തിൽ ഉൾപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവൻ ഇന്നഹു കാന, അവനായിരുന്നു, ലാ യുഅ്മിൻ, ഈമാനില്ലാത്തവനായിരുന്നു, വിശ്വസിക്കാത്തവനായിരുന്നു, ബില്ലാഹിൽ അളീം, അൽ അളീമായ അല്ലാഹുവിൽ വിശ്വസിക്കാതിരുന്നവനായിരുന്നു അവൻ. അഥവാ ദുനിയാവിൽ അവൻ ഈമാനില്ലാത്തവനായിരുന്നു. അതുകൊണ്ടാണ് പരലോകത്ത് അവൻ നരകക്കാരുടെ കൂട്ടത്തിലായത്. പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം ഈമാനും അമലു സ്വാലിഹാത്തുമാണ്. ഈമാനും അമലു സ്വാലിഹാത്തും ഇല്ലാത്തവന് പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യമല്ല. ദുനിയാവിൽ അവൻ എങ്ങനെ കഴിഞ്ഞവനാണെങ്കിലും ശരി, ഈ ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവൻ പറഞ്ഞതുപോലെ മാ അഗ്ന അന്നി മാലിയ, എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ. ഹലക അന്നി സുൽത്താനിയ, എന്റെ അധികാരം നശിച്ചുപോയല്ലോ. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. ഇതൊക്കെ ദുനിയാവിൽ ഉണ്ടായിരുന്നവനാണ്. അവന് മാലുണ്ടായിരുന്നു, സുൽത്താൻ ഉണ്ടായിരുന്നു, സമ്പത്തും അധികാരവും ഉണ്ടായിരുന്നു. പക്ഷെ എന്തുണ്ട് കാര്യം? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം. അവൻ അൽ അളീമായ അവന്റെ റബ്ബിൽ ദുനിയാവിൽ വിശ്വസിക്കാതിരുന്നവനായിരുന്നു. പരലോകത്താകട്ടെ അവൻ അട്ടഹസിക്കുന്നു, അവൻ വിലപിക്കുന്നു. ഒന്ന് തിരിച്ചു മടക്കിയിരുന്നുവെങ്കിൽ, ഒന്ന് ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ അവസരം നൽകിയിരുന്നുവെങ്കിൽ ഒരു കാര്യവുമില്ല. കാരണം ദുനിയാവിൽ അവൻ വഞ്ചിതനായിപ്പോയി. ദുനിയാവിൽ അവനെ ശൈത്താനും അതുപോലെ ഇതാണ് ശാശ്വത ജീവിതം, അല്ലെങ്കിൽ ഈ ദുനിയാവല്ലാതെ മറ്റൊന്നില്ല, എന്ത് പരലോകം? ആരാണ് സ്വർഗവും നരകവും ഉണ്ടെന്ന് പറഞ്ഞത്? അതൊക്കെ ആളുകളെ പേടിപ്പിക്കാൻ, ആളുകളൊക്കെ ഒന്ന് മര്യാദക്കാരായ ആളുകൾ മാറാൻ വേണ്ടി മതപുരോഹിതന്മാരുണ്ടാക്കിയതാണല്ലോ എന്നൊക്കെ പറയുന്ന നിരീശ്വരവാദത്തിൻ്റെയും അതുപോലെ മതമില്ലാത്ത വാദക്കാരുടെയും ഒക്കെ ജൽപ്പനങ്ങളിൽ അവൻ പെട്ടുപോയി. മുശ്രിക്കുകളുടെ, കാഫിറുകളുടെ, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളുടെ മോശമായ വർത്തമാനങ്ങളിൽ അവൻ വീണുപോയി. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, അൽ അളീമായ അവന്റെ റബ്ബിൽ അവൻ വിശ്വസിച്ചിട്ടില്ല. എന്താണ് അൽ അളീം? അൽ അളീം എന്നാൽ എല്ലാ അളമത്തുമുള്ളവൻ എന്നാണ് അള്ളാഹുവിന്റെ ഈ മഹത്തായ പേരിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ പേരുകൾ എല്ലാം അൽ ഹുസ്ന, വളരെ നല്ല പേരുകളാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ വദറു الذين يلحدون في أسمائه سيجزون ما كانوا يعملون. അള്ളാഹുവിനുള്ളതാണ് ഏറ്റവും നല്ല പേരുകൾ. അവന്റെ പേരുകൾ
ഓരോന്നും അതിമഹത്തായ സിഫത്തുകളെ സൂചിപ്പിക്കുന്നതാണ്. ഉദാഹരണത്തിന് അൽ അലീം, അതവന്റെ ഇൽമിനെ സൂചിപ്പിക്കുന്ന പേരാണ്. അസ്സമീഅ, അതവന്റെ സമഇനെ സൂചിപ്പിക്കുന്ന പേരാണ്. അവന്റെ സമഅ എന്ന സിഫത്തിനെ, വിശേഷണത്തെ, അവനെല്ലാം കേൾക്കുന്നവനാണ് എന്ന അവന്റെ കേൾവി എന്ന വിശേഷണത്തെ സൂചിപ്പിക്കുന്നതാണ് അസ്സമീഅ എന്ന പേര്. ചില പേരുകളാകട്ടെ അവനെ പരിശുദ്ധപ്പെടുത്തുന്ന പേരുകളാണ്. ഉദാഹരണത്തിന് അസ്സലാം. അസ്സലാം എന്നത് റബ്ബിന്റെ പേരാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും സലാം സുരക്ഷിതനായിട്ടുള്ളവൻ, ഒരു ന്യൂനതയും ഇല്ലാത്തവൻ. അപ്പൊ ചില പേരുകൾ നല്ല ചില സിഫത്തുകൾ സ്ഥാപിക്കുന്നതാണ്. ചില പേരുകളാകട്ടെ അവന് മോശമായ സിഫത്തുകളില്ല എന്ന് പറയുന്നതാണ്. ചില പേരുകളാകട്ടെ ഒരു സിഫത്തിനെയല്ല, മറിച്ച് അവന്റെ എല്ലാ പല സിഫത്തുകളെയും സൂചിപ്പിക്കുന്ന പേരുകളായിരിക്കും. അതിൽപ്പെട്ടതാണ് അൽ അലീം, അൽ മജീദ്. ആ പേരിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ഒരു സിഫത്തിൽ നിൽക്കുന്നില്ല, മറിച്ച് ഒരുപാട് സിഫത്തുകൾ സൂചിപ്പിക്കുന്ന പേരാണ്. നോക്കി, അൽ അലീം എന്ന പേര്, അവൻ ആണ് അളമത്തുള്ളവൻ, അങ്ങേയറ്റം മഹത്വമുള്ളവൻ. അത് ഒരു സിഫത്തിൽ മാത്രമല്ല, അവന്റെ ഏത് സിഫത്തിലും എല്ലാ നിലക്കും അങ്ങേയറ്റം അളമത്തുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ അൽ മജീദ്, ഏത് നിലക്കും അവൻ മജീദാണ്. എല്ലാ മജ്ദും, എല്ലാ ഔന്നത്യവും, എല്ലാ ശ്രേഷ്ഠതയും അവന്റേതാണ്. അവന്റെ ഓരോ സിഫത്തിലും, ഓരോ പ്രവർത്തനത്തിലും, വിശേഷണത്തിലും അവൻ മജീദുള്ളവനാണ്. അൽ ഹമീദ്, അവൻ എല്ലാ ഹംദിനും അർഹനാണ്. എല്ലാ നിലക്കും, ഏത് നിലക്കും അവന്റെ ഒരു പ്രവർത്തനവും, അവന്റെ ഒരു വിധിയും, ഒരു സിഫത്തും ഒരിക്കലും ഹംദിന് യോജിക്കാത്തതല്ല. ഏത് നിലക്കും അവൻ ഹംദിന്, സ്തുതികൾക്ക് യോജിച്ചവനാണ്. അപ്പൊ ഇതുപോലുള്ള ചില പേരുകൾ, അതിന്റെ പ്രത്യേകത എന്താണ്? ഒരു സിഫത്തല്ല സൂചിപ്പിക്കുന്നത്, ഏതെങ്കിലും ഒരു ന്യൂനത അവൻ ഇല്ലെന്ന് പറയുന്ന സിഫത്ത് പേരുമല്ല, മറിച്ച് അവനെ എല്ലാ നിലക്കും അവന്റെ വിശേഷണം സൂചിപ്പിക്കുന്ന പേരുകൾ പെട്ടതാണ് അൽ അലീം. അതുപോലെയാണ് അൽ മജീദ്, അൽ ഹമീദ്. അള്ളാഹുവിന്റെ പേരുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് ലഭിക്കും. ഖുർആനിൽ നോക്കൂ, അള്ളാഹുവിന്റെ പേരുകൾ മറ്റേത് വിഷയം പറഞ്ഞതിനേക്കാളും അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അവന്റെ പേരുകളെ കുറിച്ചും അവന്റെ സിഫത്തുകളെ കുറിച്ചുമാണ്. അള്ളാഹു തൗഹീദ് പറയുന്ന ആയത്തുകൾ നോക്ക്, അവൻ അള്ളാഹിന്റെ പേരുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അവൻ ഒരു കാര്യം കൽപ്പിക്കുന്ന ആയത്ത് അവന്റെ പേരുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം വിലക്കുന്ന ആയത്ത് അവന്റെ പേരുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പഴയകാല ചരിത്രങ്ങൾ പറയുന്ന ആയത്തുകൾ അവന്റെ പേരുകൾ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒരുപാട് ചിന്തിക്കാൻ, അള്ളാഹുവിനോടുള്ള മഹബ്ബ, അവനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം, അതുപോലെ അവനെക്കുറിച്ചുള്ള തഅദീം, അവനെ മഹത്വപ്പെടുത്തുക, ഖൽബിൽ അവൻ അങ്ങേയറ്റം അളമത്തുള്ളവനായിരിക്കുക എന്നതൊക്കെ ഉണ്ടാക്കും. ഒരു നല്ല സലീമായ ബുദ്ധിയുള്ള, നല്ല ബുദ്ധിയുള്ള ഒരു മുഅ്മിൻ അള്ളാഹുവിന്റെ പേരുകളെ കുറിച്ച് ചിന്തിക്കുക എന്നത് മാത്രം അവനെ നന്നാക്കി തീർക്കും. വഫഖനില്ലാഹു വഇയ്യാകും ലിമാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹ്. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം. അവൻ അൽ അളീമായ അവന്റെ റബ്ബിൽ, അള്ളാഹുവിൽ വിശ്വസിക്കാത്തവനായിരുന്നു. അള്ളാഹുവിന് കൽപ്പിക്കേണ്ട മഹത്വം കൽപ്പിക്കുകയില്ല മുസ്ലിമീങ്ങളല്ലാത്തവർ. അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഖൗമിനോട് പറഞ്ഞില്ലേ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. എന്താണ് നിങ്ങൾ അള്ളാഹുവിനൊരു വഖാർ കാണാത്തത്, ഒരു ഗാംഭീര്യം നിങ്ങൾ കാണുന്നില്ലേ? റബ്ബിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ അങ്ങേയറ്റം അളമത്തുണ്ടായിരിക്കണം. അവനെ തഅദീം ചെയ്യണം നമ്മൾ. അവനെപ്പോലെ ഔന്നത്യം, മഹത്വം ഒരാളെക്കുറിച്ചും നമ്മുടെ ഖൽബിൽ ഉണ്ടാകാൻ പാടില്ല. അവനോടുള്ള ഹുബ്ബ് ഒരാളോട് നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അവനോടുള്ള ഹുബ്ബ്, അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്നല്ലാഹ യുഹബ്ബു ലിദാതിഹി. അള്ളാഹുവിനെ സ്നേഹിക്കപ്പെടുന്നത്, ഒരു മനുഷ്യൻ, അള്ളാഹുവിന്റെ ഒരു അടിമ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് ലിദാതിഹി, റബ്ബിനു വേണ്ടി തന്നെയാണ്. ബാക്കി ഒരാളോടുള്ള സ്നേഹവും ഇതുപോലെയല്ല. ഹത്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പോലും അത് നബിയോടുള്ള ദാത്തിന്റെ പേരിലല്ല, നബിയുടെ ദാത്തിനല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടിയാണ്. എല്ലാ ഹുബ്ബും ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം ഒഴികെ അത് മറ്റാർക്കും വേണ്ടിയല്ല. അത് അവന്റെ ദാത്തിന് വേണ്ടിയാണ് നമ്മൾ അവനെ സ്നേഹിക്കുന്നത്. മറ്റൊരാളോടുള്ള സ്നേഹവും അത്
എല്ലാ സ്നേഹവും അള്ളാഹുവിന് വേണ്ടിയാണ്, അള്ളാഹിന്റെ മാർഗത്തിലാണ്. അതാണ് ഹുബ്ബു ഫില്ലാ. അള്ളാഹുവിനോടുള്ള സ്നേഹമോ അത് അവന് വേണ്ടിയാണ്, മറ്റൊരാൾക്കും വേണ്ടിയല്ല. അപ്പൊ അതാണ് തൗഹീദ്. അതാണ് തൗഹീദിന്റെ അസ്ൽ ആണ് ഹുബ്ബ്. കാരണം അള്ളാഹു റബ്ബുൽ ആലമീൻ ഇലാഹ് എന്ന് പറഞ്ഞാൽ അല്ലദീ യുഅ്ബദു ബിൽ ഹുബ്ബി വദ്ദിൽ. ഇലാഹ് എന്നാൽ അവൻ ഹുബ്ബോടുകൂടി സ്നേഹിക്കപ്പെടുന്നവനാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവനാണ്. അള്ളാഹുവിന് നാം ഇബാദത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? അവനോടുള്ള പൂർണ്ണമായ ഹുബ്ബോടെ, അവനോടുള്ള അങ്ങേയറ്റം അവന് മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട്. അള്ളാഹുവിനെ കുറിച്ച്, അൽ അളീമായ റബ്ബിനെ കുറിച്ച് നല്ല, അവനെക്കുറിച്ച് ഏറ്റവും നല്ല, ഏറ്റവും പൂർണ്ണമായ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം. അവൻ അളീമായ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവനായിരുന്നു. വലാ യഹുദ്ദു, അവൻ ലാ യഹുദ്ദു, കാന ലാ യഹുദ്ദു എന്ന കഴിഞ്ഞ ആയത്തിലെ കാന ഇതിനോട് ചേർത്ത് വേണം അർത്ഥം മനസ്സിലാക്കാൻ. കാന ലാ യഹുദ്ദു, അവൻ പ്രേരിപ്പിച്ചിരുന്നില്ല. അലാ തആമിൽ മിസ്കീൻ, മിസ്കീനിന് താം നൽകുന്നതിൽ, മിസ്കീനിന് ഭക്ഷണം കൊടുക്കുക എന്നത് അവൻ പ്രേരിപ്പിച്ചിരുന്നില്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഐ ലാ യഖൂമു ബിഹഖില്ലാഹി അലൈഹി മിൻ തഅതിഹി വഇബാദതിഹി. ഇവൻ പരലോകത്ത് ഇടത് കൈയിൽ കിതാബ് നൽകപ്പെട്ട ഇവൻ ദുനിയാവിൽ അള്ളാഹു അവനോടുള്ള ബാധ്യത എന്താണോ അത് അവൻ നിറവേറ്റിയില്ല. റബ്ബിനനുസരിക്കുക, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത്. വലാ യൻഫഉ ഖൽഖഹു വയുഅദ്ദി ഹഖ്ഖഹും. അതുപോലെ അള്ളാഹിന്റെ പടപ്പുകളോടുള്ള ബാധ്യതയും അവൻ നിറവേറ്റിയിട്ടില്ല. എന്താണ് പടപ്പുകളോടുള്ള ബാധ്യത? അവർ സഹായിക്കുക എന്നതാണ്. ഫഇന്ന ലില്ലാഹി അലൽ ഇബാദി അൻ യുവഹിദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. എന്താണ് അള്ളാഹുവിനോടുള്ള ബാധ്യത? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ ഒരാളെയും പങ്കു ചേർക്കാതിരിക്കുക. എന്താണ് പടപ്പുകളോടുള്ള ബാധ്യത? വലിൽ ഇബാദി ബഅ്ദുഹും അലാ ബഅ്ദിൻ. പടപ്പുകൾക്ക് പരസ്പരം, മനുഷ്യർക്ക് പരസ്പരം ബാധ്യതയുണ്ട്. ഹഖ്ഖുൽ ഇഹ്സാനി, നന്മ ചെയ്യുക. വൽ മുആവനതി അലൽ ബിർരി വത്തഖ്വ, നന്മയിലും അതുപോലെ തഖ്വയിലുമൊക്കെ പരസ്പരം സഹായിക്കുക, സഹകരിക്കുക. വലിഹാദാ അമറ അല്ലാഹു ബിഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്ത്. അതുകൊണ്ടാണ് അള്ളാഹു കൽപ്പിച്ചത് നിസ്കരിക്കുന്ന കാര്യം പറഞ്ഞ ഉടനെ സകാത്ത്. ഒന്ന് അള്ളാഹുവിനോടുള്ള ഹക്കാണ്, രണ്ടാമത്തേത് അള്ളാഹുവിനോടുള്ള ഹക്ക് തന്നെ. പക്ഷെ അതിന്റെ ഉപകാരം ആർക്കാണ്? പടപ്പുകൾക്കാണ്. പടപ്പുകളെ തിരിഞ്ഞു നോക്കാതെ ഒരു മുസ്ലിമിന് ഒരിക്കലും യഥാർത്ഥ മുസ്ലിം ആകാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് അവൻ സാധിക്കുക? തൻ്റെ സഹജീവികളോട് അവർക്ക് ഇഹ്സാൻ ചെയ്തു കൊടുക്കാതെ, നന്മ ചെയ്തു കൊടുക്കാതെ, അവരുടെ വേദനകൾ കണ്ടില്ലെന്ന് നടിച്ച്, അവരുടെ പ്രയാസങ്ങൾ തനിക്ക് ഏശുകയില്ല എന്ന് നടിച്ച് ജീവിക്കാൻ മനുഷ്യന് സാധ്യമല്ല. ഒരു മുസ്ലിമിനത് പാടില്ല. മറിച്ച് ഒരാളെ സഹായിക്കുക എന്നത് വളരെ മഹത്തായ കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരുവൻ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു അവന്റെ സഹായത്തിനുണ്ടാകും. മൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറ അല്ലാഹു ലഹു ഫി ദുനിയ വൽ ആഖിറ. ഒരു പ്രയാസപ്പെടുന്നവൻ ആരെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ അള്ളാഹു അവന് ഈ ലോകത്തും പരലോകത്തും എളുപ്പമാക്കി കൊടുക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരാളുടെ ദുനിയാവിലെ കുർബത്ത് നീക്കിയാൽ അള്ളാഹു അവന്റെ ഈ ലോകത്തെയും പരലോകത്തെയും കുർബത്ത് നീക്കി കൊടുക്കും, പ്രയാസം നീക്കി കൊടുക്കും. ഇത് മുസ്ലിമീങ്ങളോട് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ അല്ലാത്തവരോടും ഇഹ്സാൻ ചെയ്തു കൊടുക്കുക, നന്മ ചെയ്തു കൊടുക്കുക, ബുദ്ധിമുട്ടിൽ സഹായിക്കുക എന്നത് പുണ്യമേറിയ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഈമാൻ കൂടാൻ, ഖൽബിന്റെ ഖസ്വത്ത്, ഖൽബിന്റെ കാഠിന്യവും അതിന്റെ കടുപ്പവും ഒക്കെ ഇല്ലാതെയായി നല്ല ഖൽബാകാൻ വളരെയേറെ സഹായിക്കുന്ന അമലാണ് സാധുക്കളെ, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്താകുമ്പോൾ ഇബ്നു കസീർ പറയുന്നു, വഖൂബിദ റസൂലുള്ളാഹി വഖൂബിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹു യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ വാക്കായി അലി ഇബ്നു അബി താലിബ് റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, അസ്സലാ അസ്സലാ വമാ മലക്കത് ഐമാനുക്കും.
നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു. ഇതിന്റെ കൂടെ പറഞ്ഞു ഒന്ന് മലക്ക ചൈമാനുക്കും, നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയവയെ അവരെ സൂക്ഷിക്കണം, അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം. വലം കൈകൾ ഉടമപ്പെടുത്തിയവർ എന്ന് പറഞ്ഞാൽ അടിമകളാണ്. അത് ആമായ ഒരു വാക്കാണ്. പണ്ഡിതന്മാർ പറഞ്ഞു കന്നുകാലികൾ പോലും അതിൽ പെടും, കന്നുകാലികൾ പോലും അതിൽപ്പെടും. നന്മ ചെയ്തു കൊടുക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ, ദാഹിച്ച് നാവ് കൊണ്ട് മണ്ണിങ്ങനെ നക്കിക്കൊണ്ടിരുന്ന ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ കാരണത്താൽ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത്. ചില റിവായത്തുകളിൽ അതൊരു വേശ്യയായ ബഗിയ്യത്തായ പെണ്ണായിരുന്നു എന്നുവരെ കാണാം. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത്. ഇത് രണ്ടും ഇല്ലാത്തവനാണ് ഈ പരലോകത്ത് ഇങ്ങനെ സംഭവിക്കുന്നവൻ, ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുന്നവൻ. യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള ഈമാനില്ലാതെ ഒരുവൻ പടപ്പുകൾ എന്ത് സഹായിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. അവന് പരലോകത്തത് ഉപകാരപ്പെടുകയില്ല. മറിച്ച് അതിന്റെ ഉപകാരം അള്ളാഹു ഈ ലോകത്ത് തന്നെ അവന് കൊടുക്കും. അള്ളാഹു ഈ ലോകത്ത് നന്മ ചെയ്യുന്ന കാഫിറിന് അതിന്റെ പ്രതിഫലം റബ്ബിവിടെ തന്നെ കൊടുക്കും. അവൻ കേൾക്കുന്ന നല്ല വാക്കുകൾ, അവനെ കുറിച്ചുള്ള നല്ല ശ്രുതികൾ, അതൊക്കെ ദുനിയാവിൽ കിട്ടിയിട്ടുള്ളതാണ്. മുഴുവൻ ദുനിയാവിൽ തന്നെ റബ്ബ് കൊടുത്തിരിക്കുന്നു. പരലോകത്ത് നരകമല്ലാതെ മറ്റൊന്നുമില്ല, നഊദു ബില്ലാഹ്. കാരണം അവന്റെ അടിത്തറ പൊളിഞ്ഞു പോയിരിക്കുന്നു, അടിത്തറ തകർന്നു പോയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ദുനിയാവിൽ അവൻ കുടിച്ച ഓരോ തുള്ളി വെള്ളവും അള്ളാഹു കൊടുത്തിട്ടുള്ള അങ്ങേയറ്റത്തെ ഫضലാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ദുനിയാവിന് ഒരു ഈച്ചയുടെ ചിറകിന്റെ വിലയെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ മാ സഖാ മിൻഹു കാഫിറുൻ ശുർബത മാ, ഇവിടെ ഒരു കാഫിർ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുമായിരുന്നില്ല ഈ ദുനിയാവിൽ. അതുകൊണ്ട് ഇവിടെ അള്ളാഹുവിലെ ഈമാനില്ലാതെ ഒരുവൻ ഒരു ഖൈർ ചെയ്തിട്ടും കാര്യമില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ അത് സ്വീകരിക്കുകയില്ല. ഇന്നഹു കാന ലാ യുമിനു ബില്ലാഹിൽ അളീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. എന്നാൽ യഥാർത്ഥത്തിൽ റബ്ബിനു വേണ്ടി പടപ്പുകൾക്ക് കൊടുക്കുന്നവരാര് തന്നെയാണ്? അവർ മുസ്ലിമീങ്ങളാണ്. തആമുൽ മിസ്കീനിനെ പ്രേരിപ്പിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. പല സന്ദർഭങ്ങളിലും ഖുർആനിൽ അള്ളാഹു തആമ് പറഞ്ഞത് കാണാം. വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. സമ്പത്ത് കൊടുക്കുന്നത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭക്ഷണം കൊടുക്കുന്നത് ഒരുപാട് തവണ പറഞ്ഞത് കാണാം. പല പ്രായശ്ചിത്തവും ഭക്ഷണം കൊടുക്കലാണ്. ഭക്ഷണം തന്നെ കൊടുക്കണം. കാരണം എന്താണ്? ദുനിയാവിൽ പല സന്ദർഭങ്ങളുണ്ടാകും, പല നാടുകളുണ്ടാകും, പല സാഹചര്യങ്ങളുണ്ടാവും. പോക്കറ്റ് നിറയെ പൈസ ഉണ്ടാവും, തിന്നാനൊന്നും കിട്ടൂല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അമ്നും നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള റിസ്കും അവൻ നൽകിയിട്ടുള്ള എല്ലാ നിഅമത്തുകളും അവൻ നിലനിർത്തി തരുമാറാകട്ടെ. അവനത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അതിനുള്ള മാർഗം ശുക്റാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്യലാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്ര നാടുകൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടില്ലേ? അവിടെ ബംഗ്ലാദേശിലും മറ്റും പത്രക്കാരിങ്ങനെ അവിടുത്തെ അഭയാർത്ഥികളുടെ റോഹിംഗ്യകളുടെ കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ അവരവരുടെ വാഹനത്തിന്റെ വാതിൽ തുറന്നപ്പോൾ അവർക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ വന്ന ആളുകളാണെന്ന് വിചാരിച്ചിട്ട് ആളുകൾ കൈ നീട്ടും, ചുറ്റും കൂടും. ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയും. ചിന്തിച്ചു നോക്ക്, നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണവർ, നമ്മളെപ്പോലെ കുടുംബമുള്ള മക്കളുള്ള ആളുകളാണ്, വിചാരങ്ങളുള്ള ആളുകളാണവർ, മുസ്ലിമീങ്ങളാണവർ. ചിന്തിച്ചു നോക്ക്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ അടിമകളാണവർ. അവൻ ഉദ്ദേശിച്ചാൽ ഏത് നാടും അതുപോലെ ആക്കിക്കളയാൻ റബ്ബിന് യാതൊരു പ്രയാസമില്ല. എത്ര സുഖിച്ച് ജീവിച്ച ആളുകൾ ഒറ്റ രാത്രി കൊണ്ട് ദരിദ്രരായി പട്ടിണി പാവങ്ങളായി മാറിപ്പോയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതാണ് സൗം, നോമ്പ്. നമുക്കറിയാലോ അതിന്റെ ഒരു ഫായിദ അതാണ്. ഒരു ഫായിദ, നോമ്പിന്റെ ഒരു ഫായിദ തന്നെയാണ്. നോമ്പ് കൊണ്ട് കിട്ടുന്ന ഒരു ഖൈർ തന്നെയാണ് എന്ത് വിശക്കുന്നവന്റെ വിശപ്പ് മനസ്സിലാവുന്നുള്ളത്. അതിങ്ങനെ വൈകുന്നേരമായി നോമ്പോറയുടെ സമയത്തുന്നതിന് കുറച്ചു മുമ്പ് ചിന്തിച്ചു നോക്ക്. വയറിങ്ങനെ കാളുന്നു, വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അതിൻ്റെ ഒരു ഫായിദ തന്നെയാണ്, നോമ്പിന്റെ ഒരു ഉപകാരം തന്നെയാണ്. അവരുടെ വിശപ്പ് അറിയാൻ
അള്ളാഹു റബ്ബുൽ ആലമീൻ എത്ര വലിയ നിഅമത്താണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ. അപ്പൊ പറഞ്ഞു വന്നത്, എപ്പോഴും പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. ചില സാഹചര്യങ്ങൾ വന്നേക്കും പൈസയ്ക്ക് യാതൊരു വിലയില്ലാത്തത്. ഒരു കഴിക്കാനൊരു ഭക്ഷണമോ കുടിക്കാനൊരു വെള്ളമോ പോക്കറ്റ് നിറയെ പൈസ ഉണ്ടായാലും കിട്ടാത്ത സാഹചര്യങ്ങൾ വന്നേക്കും. അപ്പൊ എപ്പോഴും പൈസ അല്ല. ചില സന്ദർഭത്തിൽ അതിൻ്റെതായ വിലയുണ്ട് ഭക്ഷണത്തിന്. കാരണം നമ്മുടെ ബദൻ ശരീരം ഇങ്ങനെ പോകുന്നത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഭക്ഷണം കഴിച്ചാലാണ്. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, മിസ്കീനിന് ഭക്ഷണം കൊടുക്കുന്നതൊന്നും പ്രേരിപ്പിക്കുക കൂടി ചെയ്യാത്തവനാണവൻ. പിന്നെ എങ്ങനെയാണ് സ്വന്തത്തിന് കിട്ടിയാൽ അവൻ കൊടുക്കുക? അപ്പൊ ഖൈർ പ്രേരിപ്പിക്കുക എന്നത് അത് ചെയ്തവന്, അത് പ്രേരിപ്പിച്ചവന് ചെയ്തവന്റെ പ്രതിഫലം ഉണ്ടാകും. അത് ചെയ്യാത്തവനായിരുന്നു ഇവൻ. അള്ളാഹു പറയുന്നു, ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം വലാ തആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ. ഫലൈസ ലഹു, അവനില്ല, അൽ യൗമ, ഇന്ന് അവനില്ല. ഇന്ന് എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. ഇന്നവനില്ല. ഇത് വരാൻ പോകുന്ന ദിവസമാണ്, ഇത് തീർന്നു പോകുന്ന ദിവസമാണ്. ഇതിതാ ഈ കഴിഞ്ഞു പോയി, ഈ ദുനിയാവ് കഴിഞ്ഞാൽ ഇതാ ആഖിറത്ത് തുടങ്ങുകയായി. ഓരോരുത്തരും മരിച്ചാൽ അത് അവന്റെ ആഖിറത്ത് അവിടെ തുടങ്ങുകയാണ്. കഫാ ബിൽ മൗതി വഇളാ, മരണം തന്നെ മതി ഏറ്റവും നല്ല ഉപദേശകനായിട്ട്. ഒന്നാലോചിച്ച് നോക്ക്, ശൈത്താൻ നമ്മൾ അതാണ് മറപ്പിക്കാൻ ശ്രമിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർക്കാൻ പറഞ്ഞത്, വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് ഈ ഓർമ്മയാണ്. അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അയൽ മൗത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ഓർക്കണേ, അത് ധാരാളമായി ഓർക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അത് ഓർത്താൽ തന്നെ ഒരു പരലോക ബോധം അവന്റെ ഖൽബിൽ ഉറക്കും ഇൻഷാ അല്ലാഹ്. ഇവർക്ക് എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ നമ്മളെ പോലെ ജീവിച്ച ആളുകൾ ഒരു ദിവസം മരിച്ച് ശ്വാസം കഴിക്കുന്നില്ല, അവൻ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, അവന്റെ പ്രിയപ്പെട്ടവരെ നോക്കുന്നില്ല. ആ ശരീരം അങ്ങനെ തന്നെ വെച്ചാൽ പിന്നെ ജീവനുള്ളപ്പം വെച്ചതുപോലെയല്ല, ചീഞ്ഞു പോകുന്നു. സുബ്ഹാനല്ലാഹ്, കഫാ ബിൽ മൗതി വഇളാ, മരണം തന്നെ മതി നിന്നെ ഉപദേശിക്കാൻ, വേറൊന്നും നോക്കണം. അതാ നമുക്ക് ചുറ്റും മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നോക്ക്. ഓരോ ദിവസവും പല പ്രായത്തിലുള്ളവർ, ചെറിയ കുഞ്ഞുങ്ങൾ, യുവാക്കൾ, വൃദ്ധർ, അള്ളാഹു ഉദ്ദേശിച്ച സമയത്ത് അവർ തിരിച്ചു പോകുന്നു, മരിച്ചു പോകുന്നു. ഓരോ നിമിഷവും ഓരോ ദിവസവും തീർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മളാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ് കഴിയുമ്പോൾ എന്താണ് തീർന്നത്? സമയമല്ല തീർന്നത്, നിന്റെ ആയുസാണ് തീർന്നത്, ദിനിയാണ് തീർന്നത്. ഹസൻ ബസരി പറഞ്ഞതുപോലെ, മനുഷ്യ നീ എന്നാൽ കുറെ ദിവസങ്ങളാണ്, കുറെ ദിവസങ്ങളും കുറെ ആഴ്ചകളും എന്താണ് ഈ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു റബ്ബുൽ ആലമീൻ തീരുമാനിച്ച അവധിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കാണിച്ചു തരട്ടെ മരിക്കാത്തവരെ, ഇവിടെ ശാശ്വതരായി ജീവിച്ചവരെ കാണിച്ചു തരട്ടെ? ഇല്ല, സാധ്യമല്ല. നമ്മൾ പിൻഗാമികളാണ്. നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ പലരുടെയും മക്കളാണ്. അവരിൽ നമുക്ക് പാഠങ്ങളുണ്ട്, കഴിഞ്ഞുപോയ കൂട്ടരിൽ. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, ഫലൈസ ലഹുൽ യൗമ, ഇന്ന് അവനില്ല, ഹാഹുന, ഇവിടെ, ഹമീമുൻ, ഒരു ഹമീമുമില്ല. ഹമീം എന്നാൽ ഇവിടെ അർത്ഥം വഹുവൽ ഖരീബ്. ഇബ്ൻ കസീർ പറഞ്ഞു അടുത്തവൻ, വളരെ അടുപ്പമുള്ള ആൾ. ഒരടുപ്പമുള്ള ഒരാളും ഇവിടെ ഇല്ല, മറിച്ച് ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും ഓടി അകലുകയാണ്. വലാ ശഫീഉ യുതാ, അവന് വേണ്ടി ശുപാർശ പറയാൻ ഇവിടെ ഒരാളുമില്ല. അതുപോലെ വലാ തആം, അവന് ഭക്ഷണവുമില്ല, ഇല്ലാ മിൻ ഗിസ്ലീൻ, ഗിസ്ലീനിൽ നിന്നല്ലാതെ. ഗിസ്ലീൻ എന്നാൽ ഈ ഖതാദ റഹിമഹുല്ലാഹ്, താബിഈയായ ഖതാദ ഇബ്ൻ ദിആമ, അദ്ദേഹം പറഞ്ഞു, ഹുവ ശർറു തആമി അഹ്ലിൻ നാർ, നരകത്തിലെ ഭക്ഷണമാണ്, അതിൻ്റെ ഒരു പേരാണ് ഗിസ്ലീൻ, ഏറ്റവും മോശമായ ഭക്ഷണം. അൽ ഗിസ്ലീനു സദീദു അഹ്ലിൻ നാർ. ചില മുഫസ്സിറുകൾ പറഞ്ഞു നരകത്തിലെ ആളുകളുടെ സദീദാണത്, അവരുടെ ദേഹത്തു നിന്ന് ഒലിച്ചു വരുന്ന വളരെ മോശമായ ദ്രാവകമാണ് ഗിസ്ലീൻ എന്ന ദ്രാവകം. നഊദു ബില്ലാഹി മിനൻ നാർ. ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ, ലാ യഅകുലുഹു, അത് കഴിക്കുകയില്ല, ഇല്ലൽ ഖാതിഊൻ. ഖാതിഊൻ എന്നാൽ അൽ മുജ്നിബൂൻ,
ഖത, തെറ്റ്, പാപികൾ, തെറ്റിന്റെ ആളുകൾ, അവരാണ് ഏറ്റവും വലിയ അബദ്ധം അവർക്കാണ് പറ്റിയിട്ടുള്ളത്. ഈ ലോകത്ത് ഈ ജീവിതത്തിൽ അള്ളാഹുവിന്റെ ദീനിൽ എത്താൻ സാധിക്കാതെ പോയവർ, അള്ളാഹുവിന്റെ ദീനിൽ എത്താൻ സാധിക്കാതെ പല ദീനിലായി ജീവിച്ചു മരിച്ചുപോയവർ, അവരാണ് അൽ ഖാത്തിഊൻ. فلا أقسم بما تبصرون وما لا تبصرون إنه لقول رسول كريم وما هو بقول شاعر قليلا ما تؤمنون ولا بقول كاهن قليلا ما تذكرون تنزيل من رب العالمين. فلا أقسم بما تبصرون. لا أقسم എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമെന്ന് നമ്മൾ പറഞ്ഞു. പല ആയത്ത് സൂറത്തുകളിൽ വന്നിട്ടുള്ളതാണ്. ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ബിമാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നത് കൊണ്ടും, വമാ ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണാത്തത് കൊണ്ടും. ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു പറയുന്നു അവൻ സത്യം ചെയ്യുന്നു, നിങ്ങൾ കാണുന്നതും കാണാത്തതും. എന്താണ് ബാക്കിയുള്ളതിന്? ബിമാ തുബ്സിറൂൻ എന്നത് കാണുന്നത്, കാണുന്ന ആയത്തുകൾ തന്നെ. സുബ്ഹാനല്ലാഹ്, എങ്ങോട്ട് നോക്കിയാലും കാണുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളാണ്. എങ്ങോട്ട് നോക്കിയാലും അള്ളാഹുവിന്റെ ആയത്തുകളാണ് കാണുന്നത്. അതുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. കാണാത്തത്, കാണാത്ത എത്രയോ കാര്യങ്ങൾ, കണ്ടതിലും അധികമുള്ളത് കാണാത്തതാണ്. വല്ലാഹു ആലം. കണ്ടതിലും അധികം ഉള്ളത്, മഹത്തായത് കാണാത്തതാണ്. يقول تعالى مقسما لخلقه بما يشاهدونه من آياته في مخلوقاته الدالة على كماله في أسمائه وصفاته. അള്ളാഹുവിന്റെ ഇസ്മിലും സിഫത്തിലും എല്ലാമുള്ള അവന്റെ മഹത്വം വിളിച്ചോതുന്നതാണ് ഓരോ ആയത്തുകളും നമ്മൾ കാണുന്നത്. അത് മുഖേന അതുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. വമാ ഗാബ അൻഹും മിമ്മാ ലാ യുശാഹിദൂനഹു മിനൽ മഗീബാതി അൻഹും. നമ്മൾ കാണാത്ത എത്രയോ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ചിലത് ചില യന്ത്രങ്ങൾ ഉപയോഗിച്ച് വെച്ച് നോക്കിയാൽ കണ്ടേക്കും, അത്ഭുതപ്പെട്ടു പോകും. അത് കണ്ടാൽ അതും കൊണ്ടും കാണാൻ സാധിക്കാത്തതുണ്ട്. അള്ളാഹു ഗൈബാക്കി വെച്ചിട്ടുള്ളത് ഏത് ഉപകരണം വെച്ച് നോക്കിയാലും കാണാൻ പറ്റാത്തത്, അതിനേക്കാളും വലിയ അത്ഭുതങ്ങളാണത്. അള്ളാഹു ഇതിലെല്ലാം കൊണ്ട് സത്യം ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞ കാര്യം എന്താണ്? ചിന്തിച്ചു നോക്ക്. ഇതാ നിങ്ങളോട് പരലോകമുണ്ടെന്ന് പറയുന്ന ഈ കിതാബ്, സ്വർഗവും നരകവും ഉണ്ടെന്ന് പറഞ്ഞ ഈ കിതാബ്, വലത് കൈയിലും ഇടത് കൈയിലും രണ്ടു കൂട്ടർക്ക് അള്ളാഹു കിതാബ് നൽകും എന്ന് പറഞ്ഞ ഈ കിതാബ്, അവിടെ ഗിസ്ലീൻ എന്ന പാനീയമുണ്ട് നരകവാസികൾക്ക്, സ്വർഗവാസികൾക്ക് അള്ളാഹു എല്ലാ സുഖങ്ങളും നൽകും എന്ന് പറഞ്ഞ ഈ കിതാബുണ്ടല്ലോ, നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടില്ല. ഈ കിതാബിൽ അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പലരും മുസ്ലിമീങ്ങളെ വഞ്ചിക്കുന്നത്. അവരെ ഇൽഹാദിലേക്ക്, അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിക്കുക, പരലോകത്തെ നിഷേധിക്കുക, ദീനൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, തോന്നിയത് പോലെ ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ബാത്തിലിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ പലർക്കും സാധിക്കുന്നത് എന്താണ്? ഇതൊന്നും കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എടോ, കണ്ടാ പിന്നെ ഞാനും നീ തമ്മിൽ എന്താ വ്യത്യാസം? കാഫിറും മുഅ്മിനും തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസം? അവൻ കാഫിറായതും മുഅ്മിനായതും കാണാത്തത് കൊണ്ടാണ്. ഈമാൻ എന്ത് വിലയുള്ളത്? അള്ളാഹു മറച്ചു വച്ചിരിക്കുന്നു. എന്തിന്? മുഅ്മിനും കാഫിറും വേർതിരിയാണ്. എന്നിട്ട് അള്ളാഹു നിന്നെ വെറുതെ വിട്ടിട്ടില്ല. അവൻ കിതാബുകൾ ഇറക്കി, അവൻ റസൂലുകൾ അയച്ചു. ആരവന്റെ കലാമിൽ വിശ്വസിക്കുമെന്ന് കാണാൻ. ഇതൊക്കെ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ കിതാബുണ്ടല്ലോ, ഇത് ഹഖാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുഅ്മിനൂൻ വലാ ബിഖൗലി കാഹിൻ ഖലീലൻ മാ തദക്കറൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ഇതാ ഈ വാക്ക് ഇന്നഹു, ഈ ഖുർആൻ, ലഖൗലു, ഇത് വാക്കാണ്. ആരുടെ വാക്കാണ്? റസൂലിൻ കരീം, കരീമായൊരു റസൂലിന്റെ വാക്കാണ്. എന്ന് പറഞ്ഞാൽ റസൂല് സ്വന്തമായി ഉണ്ടാക്കിയത് എന്നല്ല, തൻസീലു മിർ റബ്ബിൽ ആലമീൻ, അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ്. മറിച്ച് റസൂലിലേക്ക് ചേർത്തി പറഞ്ഞത് എന്തുകൊണ്ടാണ്? ലിഅന്നഹു മുബല്ലിഗുൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കിതാബ് നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള റസൂലാണ്, അള്ളാഹുവിന്റെ ദൂതൻ. ഇതേ വാക്ക് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം എന്നത് സൂറത്തു തക്വീറിൽ നമുക്ക് കാണാം. ഇങ്ങനെ തന്നെ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം
ذي قوة عند ذي العرش مكين مطاع ثم أمين. അവിടെ റസൂൽ എന്ന് പറഞ്ഞത് ജിബ്രീലിനെ കുറിച്ചാണ്. ഇവിടെ റസൂൽ എന്ന് പറഞ്ഞത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. രണ്ടും റസൂലുകളാണ്. അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്. അല്ലാഹു യസ്തഫി, അല്ലാഹു തിരഞ്ഞെടുക്കുന്നു മിനൽ മലായികതി റുസുല, മലക്കുകളിൽ നിന്ന് അവന്റെ റസൂലുകളെ, വമിനൻ നാസ്, ജനങ്ങളിൽ നിന്ന്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സന്ദേശം എത്തിക്കാൻ മലക്കുണ്ട്, അള്ളാഹുവിന്റെ സന്ദേശം നമുക്ക് എത്തിക്കാൻ നബിയുമുണ്ട്. ഒന്ന് മലക്കായ റസൂലാണ്, ഒന്ന് ബശറായ റസൂലാണ്, മനുഷ്യനായ റസൂലാണ്. അപ്പൊ രണ്ട് റസൂലിനെയും കുറിച്ച് അള്ളാഹു പറഞ്ഞു കരീമായ റസൂലാണിത്. ഇത് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയച്ചതാണോ? അല്ല, മലായിക്കത്തിലെ ഏറ്റവും അഫ്ളലായ മലക്കിന്റെ കയ്യിലാണ് അള്ളാഹു ഈ ഖുർആൻ കൊടുത്തയച്ചത്, ജിബ്രീൽ അലൈഹിസ്സലാം. മനുഷ്യരിൽ അള്ളാഹുവിന്റെ റസൂലുകളിൽ ഏറ്റവും അഫ്ളലായ റസൂലിനെയാണ് അള്ളാഹു ഇതെത്തിക്കാൻ ഏൽപ്പിച്ചത്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ളവരുടെ കൈവശം അള്ളാഹു കൊടുത്തുവിട്ടതാണത്. അപ്പൊ ഇതിനെന്ത് വിലയുണ്ട്? ഒരു നാട്ടിലെ രാജാവിന് ഏറ്റവും അടുത്ത ഒരാളെ പറഞ്ഞേക്കുന്നു ഒരു കാര്യവും കൊടുത്തിട്ട്. അതെ, എത്ര കാര്യമായിട്ടാണ്, അതിനെത്ര വിലയുണ്ടാകും? അത് മനുഷ്യരുടെ കഥയാണ്. എന്നാൽ ഒരു ഉദാഹരണത്തിനും യോജിക്കാത്ത ഏറ്റവും മുന്തിയ ഉദാഹരണങ്ങൾ മാത്രമുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല, മാലിക്കുൽ മുൽക്കായ റബ്ബ്, അവന് ഇഷ്ടപ്പെട്ടവരുടെ നമ്മെ എത്തിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള, അവനെ ഇഷ്ടപ്പെട്ടവർ കൈവശം നമ്മെ എത്തിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഈ ഖുർആൻ. വമാ ഹു ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, കരീമായ റസൂലിന്റെ വാക്കാണിത്. വമാ ഹുവ ബിഖൗലി ശാഇർ, ഇതൊരു ഷാഇറിന്റെ വാക്കല്ല. എന്താണ് ഷാഇർ? കവി. ഷിഅറിന്റെ ആളാണ്. ഷിഅർ എന്നാൽ കവിത, ഷാഇർ കവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു പറഞ്ഞു വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗി ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനുൻ മുബീൻ ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം ഷിഅർ പഠിപ്പിച്ചിട്ടില്ല, കവിത പഠിപ്പിച്ചിട്ടില്ല. റസൂലിന് അത് യോജിക്കുകയുമില്ല. കാരണം ഇത് ഷിഅറാണ്, നബി ഷാഇറാണെന്ന് മുശ്രിക്കുകളിൽ ചിലർ പറഞ്ഞു. അതിനുള്ള മറുപടിയാണിത്. ഖലീലമ്മാ തുഅ്മിനൂൻ, കുറച്ചു മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ, നിങ്ങളിൽ അധിക പേരും ഈമാനുള്ളവരല്ല. വലാ ബിഖൗലി കാഹിൻ, ഇതൊരു കാഹിനിന്റെ വാക്കുമല്ല. കാരണം ഷിഅർ, മറ്റു ചിലർ പറയുന്നു നബി കാഹിനാണ്. കാഹിനാരാണ്? ജോത്സ്യൻ. കാഹിൻ, കഹാനത്ത് എന്നാൽ ശൈത്താനിൽ നിന്ന് പല സന്ദേശങ്ങളും സ്വീകരിക്കുകയും എന്നിട്ട് ശൈത്താന്റെ വാക്ക് ജനങ്ങളോട് പറയുകയും ചെയ്യുക. അപ്പൊ അതിൽ ആളുകൾ ആകർഷിക്കാൻ പലതും ഉണ്ടാവും. അതാണെന്ന് പലരും ആരോപിച്ചു. അള്ളാഹു പറഞ്ഞു വലാ ബിഖൗലി കാഹിൻ, ഇതൊരു കാഹിനിന്റെ വാക്കുമല്ല. ഖലീലമ്മാ തദക്കറൂൻ, കുറച്ചേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. മറിച്ച് ഇതെന്താണ്? തൻസീലുൻ മിൻ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിങ്കിൽ നിന്ന് തൻസീലായതാണിത്. തൻസീൽ എന്താണ്? ഇറങ്ങിയത്. ഈ ആയത്തിൽ തെളിവുണ്ട്. അള്ളാഹു ഫൗഖ സബ്അ സമാവാത്ത്, അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ അവന്റെ അർശിലാണുള്ളത്. അതുകൊണ്ടാണ് അവന്റെ ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞിട്ടുള്ളത്. തൻസീലു മിൻ റബ്ബിൽ ആലമീൻ. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين. അള്ളാഹു പറയുന്നു വലൗ തഖവ്വൽ. തഖവ്വല എന്നാൽ വാക്ക് കെട്ടിച്ചമക്കുക, അതിനാണ് തഖവ്വല എന്ന് പറയുക. ഖാല പറഞ്ഞു, തഖവ്വല അതിൽ നിന്നുണ്ടായതാണ്, കെട്ടിച്ചമച്ചു പറയുക. വലൗ തഖവ്വൽ, ഈ റസൂൽ എങ്ങാനും കെട്ടിച്ചമച്ചിരുന്നുവെങ്കിൽ, അലൈന നമ്മുടെ മേൽ, അഥവാ അള്ളാഹുവിന്റെ മേൽ, ബഅദൽ അഖാവീൽ, കുറെയൊന്നും വേണ്ട, ചില അഖാവീൽ. അഖാവീൽ എന്നാൽ ഖൗൽ എന്താണ്? വാക്ക്. അതിന്റെ ബഹുവചനമാണ് അഖ്വാൽ, വാക്കുകൾ. അതിന്റെയും ബഹുവചനമാണ് അഖാവീൽ. സാധാരണ ഭാഷയിൽ ഒരു ജംഅ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ബഹുവചനം. എന്നാൽ അറബിയിൽ പറയും ജംഉൽ ജംഅ്, ജംഇന്റെ ജംഅ്, ബഹുവചനത്തിന്റെ ബഹുവചനം. അങ്ങനെ ഉണ്ടാവും ചില വാക്കുകൾക്ക്. അതിൽപ്പെട്ടതാണ് അഖാവീൽ. ഖൗലിന്റെ ജംഅ് അഖ്വാൽ, ജംഇന്റെ ജംഅാണ് അഖാവീൽ. ചില വാക്കുകൾ എങ്ങാനും ഈ റസൂൽ നമ്മുടെ മേൽ കെട്ടിച്ചമച്ചിരുന്നുവെങ്കിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ,
ലഅഖദ്നാ മിൻഹു നാം പിടിച്ചേനെ, മിൻഹു ആ റസൂലിനെ, ആ റസൂലിൽ നിന്ന് എന്ന് പറഞ്ഞാൽ റസൂലിനെ നാം പിടിച്ചേനെ, ബിൽ യമീൻ യമീൻ കൊണ്ട് പിടിച്ചേനെ, വലത് കൈ കൊണ്ട് പിടിച്ചേനെ. സുമ്മ എന്നിട്ട് ലഖതഅന നാം മുറിച്ചു കളഞ്ഞേനെ, മിൻഹു ആ റസൂലിൽ നിന്ന് അൽ വതീൻ. വതീൻ എന്നാൽ വഹുവ നിയാത്തുൽ ഖൽബ്, ഖൽബിന്റെ ഒരു ഞരമ്പാണ്, ഖൽബിനെ ബന്ധിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഞരമ്പാണ് എന്ത്, വതീൻ എന്ന് പറയുക. മലയാളത്തിൽ എന്താണ് അതിന് അർത്ഥം പറയാറുള്ളത്? തഫ്സീറിലൊക്കെ ഒരു വാക്ക് പറയാം. അപ്പോ മനസ്സിലാക്കാൻ പറയാ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് വഹുവ നിയാത്തുൽ ഖൽബ് വഹുവ അൽ ഇർഖുൽ ലദി അൽ ഖൽബു മുഅല്ലഖുൻ ഫീഹി, ഖൽബിനെ ചുറ്റിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഞരമ്പിനാണ് എന്ത് പറയുക, അൽ വതീൻ. അത് മുറിഞ്ഞാൽ ആള് കഴിഞ്ഞു. ആ ഞരമ്പ് അൽ വതീൻ അത് നാം മുറിച്ചു കളഞ്ഞേനെ. ഫമാ മിൻകും മിൻ അഹദിൻ നിങ്ങളിൽ ഒരാളും ഉണ്ടാവുകയില്ല, അൻഹു അതിൽ നിന്ന്, ഹാജിസീൻ ഹജസ എന്നാൽ തടയുക, നമ്മെ അതിൽ നിന്ന് തടയാൻ നമുക്കും ആ റസൂലിനും ഇടയിൽ തടസ്സമായി നിങ്ങൾക്കൊരാൾക്കും വരാൻ സാധ്യമല്ല, അതിൽ നമ്മെ തടയാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ എന്താണിത്? ഇബ്നു കസീർ പറയുന്നു, ഐ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ കാന യസ്ഉമൂന മുഫ്തരിയൻ അലൈന, ഇവർ പറയുന്നത് പോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ചു പറയുന്ന ആളാണെങ്കിൽ, ഫസാദ ഫിർ റിസാലത്തി ഔ നഖസ മിൻഹാ, മുഴുവൻ കെട്ടിച്ചമക്കണ്ട, അള്ളാഹു എത്തിക്കാൻ പറഞ്ഞതിൽ കുറച്ച് കൂട്ടുകയോ ലേശം കുറക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ, ഔ ഖാല ശൈഅൻ മിൻ ഇൻദിഹി ഫനസബഹു ഇലൈനാ, അല്ലെങ്കിൽ എന്തെങ്കിലും നാം പറയാത്തത് പറഞ്ഞ് അള്ളാഹു പറഞ്ഞു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, വലൈസ കദാലിക് നാം പറയാത്തത് നമ്മുടെ പേരിൽ പറഞ്ഞാൽ ലആജൽനാഹു ബിൽ ഉഖൂബ, ദുനിയാവിൽ വെച്ച് തന്നെ നാം ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. മറിച്ച് എന്താണ് ഉണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുകയും അവിടുത്തെ എല്ലാ ശത്രുക്കൾക്കെതിരിലും അവിടുത്തെ വിജയിപ്പിക്കുകയും അവിടുത്തെ സഹാബത്തിനെ വിജയിപ്പിക്കുകയും ആണ് ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അത്ഭുതപ്പെട്ടു നിങ്ങൾ. ഇസ്ലാമിന്റെ അതുപോലെ ലോകത്തെ മതങ്ങളുടെ വളർച്ചയൊക്കെ ഗ്രാഫ് ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന ചില ആളുകളുണ്ട്, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അതിൽ ഇസ്ലാമിന്റെ വളർച്ച പറയുന്നത് ഇസ്ലാമിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോവുക. നേരെ പോകുന്നത്, ചെരിഞ്ഞു പോകുന്നത് കാണാം, താഴോട്ടേക്ക് പോകുന്നത് കാണാം. ഇസ്ലാമിന്റെ പോക്ക് എങ്ങോട്ടാണ്? കുത്തനെയാണ്. ഇന്നും എന്ത് പറഞ്ഞിട്ടുണ്ട് കാര്യം? എന്തൊക്കെ കള്ളപ്രചാരണങ്ങൾ, കളവുകൾ പറഞ്ഞിട്ടുണ്ട് കാര്യം? ജനങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് അഫ്വാജ കൂട്ടം കൂട്ടമായി വന്നുകൊണ്ടേയിരിക്കുന്നു. അവരധികവും സ്ത്രീകളാണ്. സുബ്ഹാനല്ലാഹ്, സ്ത്രീകളുടെ വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ ജയിലിൽ നമ്മൾ അവരെ അടക്കുന്നു എന്നാണ് പറയുന്നത്, പക്ഷെ ജയിലിലേക്കാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഭാഷയിൽ. സുബ്ഹാനല്ലാഹ്, ആർക്ക് തടയാൻ സാധിക്കും? ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ പ്രകാശം അവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ തീരുമാനമാണ്, ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അവൻ ഇതിനെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും എന്നതിൽ സംശയമില്ല. അതിലാരും ബേജാറായിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ അവനവന്റെ ദീനിനെ കുറിച്ച് ഒരു ചില്ലറ ഉറപ്പ് ആർക്കെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ മതം മാറ്റം നിരോധിക്കണം എന്ന് പറയുമോ? ആരാണ് ഇവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സ്വന്തം ദീനിനെ കുറിച്ച് എന്തെങ്കിലും ഒരു തരിമ്പ് ആത്മവിശ്വാസം ഉണ്ടായ ഒരാളങ്ങനെ പറയുമോ? നമ്മളത് പറയുകയില്ലല്ലോ. കാരണം നമുക്കറിയാം, ഇൻഷാ അള്ളാഹ് അള്ളാഹുവിന്റെ ദീൻ യഥാർത്ഥത്തിൽ പഠിച്ചവൻ ഇങ്ങോട്ട് വരിക തന്നെ ചെയ്യും. അതിനുവേണ്ടിയാണ് പല പുകമറകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, മുസ്ലിമീങ്ങളെ പ്രകോപിപ്പിക്കുക. അപ്പൊ ഏതെങ്കിലും വിവരമില്ലാത്ത ചില കക്ഷികൾ പോയി എന്തെങ്കിലും കോടതി മാർച്ചോ അങ്ങനെ എന്തൊക്കെ നടത്തിയിട്ട് പിന്നെ ബാരിക്കേഡ് തകർക്കലും തക്ബീർ വിളിച്ച് ചാടലും ഒക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ വിവരമില്ലാത്ത അല്പബുദ്ധികളായ ചില ആളുകൾ ഇങ്ങനെ കളിപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്. കാരണം അപ്പൊ പിന്നെ അതായി ചർച്ച, അതായി പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഖവാരിജുകളുടെ തോന്നിവാസം, അവരാണ് ഇത് തടസ്സപ്പെടുത്തുന്നവർ. ഭീകരവാദത്തിലേക്കൊക്കെ മുസ്ലിമീങ്ങളെ കൊണ്ടുപോകുന്ന ആളുകൾ അവര് തടസ്സപ്പെടുത്തുകയാണ്. കാരണം എന്താ?
അവരെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആളുകൾ അത് ചർച്ച ചെയ്യും. അള്ളാഹുവിന്റെ പേരിൽ എന്തെങ്കിലും കെട്ടിച്ചമച്ച് പറയും എന്നല്ല ഇതിനർത്ഥം. മറിച്ച് അള്ളാഹുവിന്റെ പേരിൽ ഒന്നും കെട്ടിച്ചമച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. കാരണം അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവർ അവൻ വേഗത്തിൽ ശിക്ഷിക്കും. അതുകൊണ്ടാണ് കള്ള പ്രവാചകന്മാർ അവരൊരിക്കലും അവർക്ക് ഈ ജീവിതത്തിൽ തന്നെ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. അവരെ അള്ളാഹു പെട്ടെന്ന് നശിപ്പിച്ചു കളയും. അത് ഇതുവരെ വന്ന ഏത് കള്ളപ്രവാചകന്മാരും അതിന് ഉദാഹരണങ്ങളാണ്. പണ്ട് കാലത്ത് വന്ന മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അനസി, അതുപോലെ സിജാഹ്, ഈ അടുത്ത് ഈ നൂറ്റാണ്ടിന് തൊട്ടുമുമ്പുണ്ടായ മിർസ ഗുലാം, അഹ്മദുൽ ഖാദിയാനി, എല്ലാ ഇതുപോലെയുള്ള കള്ളപ്രവാചകന്മാരും ലഅനഹുമുല്ലാഹ്, അള്ളാഹു അവർ ഈ ലോകത്ത് തന്നെ തുടച്ചു നീക്കിയിട്ടുണ്ട്. വേഗം വേഗം അള്ളാഹു അവരെ തുടച്ചു നീക്കിയിട്ടുണ്ട്. എന്നാൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അവിടത്തേക്ക് ജീവിതത്തിൽ തന്നെ എല്ലാ ഉയർച്ചയും പുരോഗതിയുമാണ് നൽകിയിട്ടുള്ളത്. ഏത് ശത്രുക്കളെയും അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ ലോകത്ത് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർക്ക് മുകളിൽ വിജയം അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് തെളിവാണ് ഈ റസൂൽ സാദിഖുൻ ബാറുൻ റാഷിദുൻ, സത്യം പറഞ്ഞ ഏറ്റവും പുണ്യവാനായ ഏറ്റവും സന്മാർഗം കാണിച്ചു തന്ന റസൂലാണ്. കാരണം അള്ളാഹുവിങ്കിൽ നിന്ന് നമുക്ക് റസൂൽ എത്തിച്ചു തന്ന കാര്യം അള്ളാഹു അത് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിശക്തമായ അത്ഭുത കാര്യങ്ങൾ കൊണ്ട്, തെളിവുകൾ കൊണ്ട് ഈ റസൂലിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ശക്തിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താണ് അള്ളാഹു ചെയ്യുക? ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين فما منكم من احد عنه حاجزين. അതാണ് നടക്കുക. അതാണോ നടന്നിട്ടുള്ളത്? അല്ല. അപ്പൊ അതിൽ തന്നെ തെളിവാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ യഥാർത്ഥ റസൂലാണ് എന്നത്. വഇന്നഹു ലതദ്കിറത്തുൻ ലിൽമുത്തഖീൻ, വഇന്നഹു തീർച്ചയായും ഇത് ഈ ഖുർആൻ ലതദ്കിറത്തുൻ ലിൽമുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين. ഇത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കുള്ള ഹുദയാണ്. അവരാരാണ്? الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. അവരാണ് തഖ്വയുള്ളവർ. ഗൈബിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, നിസ്കാരം നിലനിർത്തുന്ന, സദഖ കൊടുക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ആഖിറത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ, അവരാണ് തഖ്വയുള്ളവർ. അവർക്കുള്ള ഓർമ്മപ്പെടുത്തലാകുന്നു ഈ ഖുർആൻ. മുത്തഖീങ്ങൾക്ക് ഇത് തദ്കിറത്താണ്. വഇന്നഹു ലഹസ്റത്തുൻ അലൽ വഇന്നാ ലനഅലമു അന്ന മിൻകും മുകദ്ദിബീൻ. വഇന്നാ ലനഅലം, തീർച്ചയായും നാം അറിയുന്നു, അന്ന മിൻകും മുകദ്ദിബീൻ, നിങ്ങളിൽ മുകദ്ദിബുകളുണ്ട്, നിഷേധികളുണ്ട്. ഐ മഅ ഹാദൽ ബയാനി വൽ വുദൂഹ്, ഇത്രയും വ്യക്തമായതിനു ശേഷവും ഹക്ക് അതിന്റെ മുകളിൽ ഒരു നൂറുണ്ടാകുമെന്നാണ്. അള്ളാഹു ഖൽബിൽ നൂറ് നൽകിയവൻ അത് കാണും, അവന് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാം. ഹക്ക് അതിന്റെ പ്രത്യേകതയാണ്. നല്ല ഫിത്രത്തുള്ള ശുദ്ധപ്രകൃതി, പാപങ്ങൾ കൊണ്ട് ഖൽബ് കേടുവന്നിട്ടില്ലാത്തവൻ, അവന് ഹക്ക് വേഗം മനസ്സിലാവും. വലിയ ഇൽമില്ലെങ്കിൽ കൂടി പെട്ടെന്ന് അള്ളാഹു അതിനോടൊരു ഇണക്കവും, അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും, ഖൽബിൽ അതിനോട് ഇണക്കവും അള്ളാഹു നൽകും. എന്നാൽ വഇന്നഹു ലഹസ്റത്തുൻ അലൽ കാഫിരീൻ വഇന്നാ ലനഅലമു അന്ന മിൻകും മുകദ്ദിബീൻ, ഇത്രയും വ്യക്തമായതിനു ശേഷവും നിങ്ങളിൽ നിഷേധിക്കുന്നവരുണ്ട് എന്ന് നാം അറിയുന്നു. വഇന്നഹു ലഹസ്റത്തുൻ അലൽ കാഫിരീൻ, ആ കാഫിറുകൾക്ക് ഇത് ഹസ്റത്ത് തന്നെയാണ്. ഈ ഖുർആൻ അവർക്ക് ഉണ്ടാക്കിയത് എന്താണ്? നഷ്ടമാണ്. കാരണം വഇന്ന തക്ദീബ ലഹസ്റത്തുൻ അലൽ കാഫിരീന യൗമൽ ഖിയാമ, ഇത് നിഷേധിച്ചത് മുഖേന പരലോകത്തവർ ഖേദിച്ചവരായി മാറും. വഇന്നഹു ലഹസ്റത്തുൻ, ഇത് ഖേദം തന്നെയാണ്. അലൽ കാഫിരീൻ, കാഫിറുകൾക്ക് ഇത് ഖേദമായി തീരും. ഇതിൽ ഞങ്ങൾ വിശ്വസിച്ചില്ലല്ലോ, ഈ ഖുർആനിന്റെ ആളായില്ലല്ലോ നമ്മൾ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ചിലരെ നരകത്തിലേക്ക് വലിച്ചെറിയും. സാഖഹു ഇലന്നാർ ഖാദഹു ഇലൽ ജന്ന സാഖഹു ഇലന്നാർ,
ചിലരെ ഈ ഖുർആൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, ചിലർ നരകത്തിലേക്ക് കൊണ്ടുപോകും. എങ്ങനെയാണത്? ഇതിനെ നിഷേധിച്ചവനെ ഖുർആൻ അവനെതിരിൽ സാക്ഷിയായി വന്ന് അവൻ നരകത്തിൽ പോകും. അങ്ങനെ ഇതവന് ഹസ്രത്തായി, നഷ്ടമായി, ഖേദമായി മാറും. വഇന്നഹു ലഹഖുൽ യഖീൻ, ഇത് ഹഖുൽ യഖീൻ തന്നെ ആകുന്നു, യഖീനായ ഹഖ് തന്നെ ആകുന്നു എന്ന് പറഞ്ഞാൽ അയൽ ഖബറു സിദ്ഖുൽ ഹഖുൽ ലദി ലാ മിരിയത ഫീഹി വലാ ശക്ക വലാ റൈബ്, ഒരു സംശയവുമില്ലാത്ത, ഒരു അവ്യക്തതയുമില്ലാത്ത വ്യക്തമായ സത്യമാകുന്നു ഈ ഖുർആൻ. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, അതുകൊണ്ട് അളീമായ നിന്റെ റബ്ബിന്റെ പേര് നീ തസ്ബീഹ് ചെയ്യുക. എല്ലാ അളമത്തുമുള്ള ഏത് മഹത്വത്തിന്റെയും പൂർണ്ണത ഏതൊരുവനാണോ ഉള്ളത് ആ റബ്ബിന്റെ ഇസ്മിനെ നീ തസ്ബീഹ് ചെയ്യുക. അല്ലദീ അൻസല ഹാദൽ ഖുർആനൽ അളീം, ഈ അളീമായ ഖുർആൻ നിനക്ക് ഇറക്കി തന്ന, വെളിച്ചം നിനക്ക് കാണിച്ചു തന്ന, ഇരുട്ടെന്താണെന്ന് നിന്നെ പഠിപ്പിച്ച് അതിൽ നിന്ന് നിന്നെ താക്കീത് ചെയ്തിട്ടുള്ള ഏറ്റവും നേരായ മാർഗം, ഈ ലോകത്തെയും പരലോകത്തിന്റെയും സൗഭാഗ്യത്തിന്റെ മാർഗം, റസൂലുകളെ അയച്ച് ജീവിച്ച് നിനക്ക് കാണിച്ചു തരാനുള്ള റസൂലുകളെ അയച്ച് കിതാബ് നിനക്ക് ബാക്കിയാക്കി തന്ന, സുന്നത്ത് നിനക്ക് ഇവിടെ ബാക്കിയാക്കി തന്ന, എന്തേ വേണ്ടുള്ളൂ? നീ പഠിക്കുകയേ വേണ്ടുള്ളൂ. അതിനുള്ള കണ്ണും കാതും ഖൽബും നിനക്ക് തന്ന അള്ളാഹുവിനെ നീ തസ്ബീഹ് ചെയ്യുക. ഫസബ്ബിഹ്, അതുകൊണ്ട് തസ്ബീഹ് ചെയ്യൂ. ബിസ്മി റബ്ബിക്കൽ അളീം, നിന്റെ റബ്ബിന്റെ ഇസ്മിനെ, അളീമായ നിന്റെ റബ്ബിന്റെ ഇസ്മിനെ നീ തസ്ബീഹ് ചെയ്യുക. ഇതുപോലെ തന്നെ സൂറത്തുൽ വാഖിഅയിൽ ആയത്തുണ്ടല്ലോ, സബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത് നിങ്ങളുടെ റുകൂഇൽ ആക്കിക്കോളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സുബ്ഹാന റബ്ബിയൽ അളീം, അളീമായ എന്റെ റബ്ബ് അവൻ എത്ര പരിശുദ്ധനാണ്. എല്ലാ ന്യൂനതകളിൽ നിന്നും അവന്റെ പേരിൽ ആരൊക്കെ എന്തൊക്കെ കെട്ടിപ്പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അവൻ എത്രയോ പരിശുദ്ധനാണ്. والله ولي التوفيق والله أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.